രംഗാവിഷ്കാരത്തിലൂടെ നാടകത്തിന്റെ ദൗത്യം സാക്ഷാത്കരിക്കുന്നുണ്ടെങ്കിലും പ്രിന്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നതിലൂടെ നാടകമെന്ന സാഹിത്യം വായനയ്ക്കും പഠനത്തിനും ഗവേഷണത്തിനും ഗുണപരമായി ഉപയുക്തമാകുമെന്ന് എഴുത്തുകാരൻ അശോകൻ ചരുവിൽ അഭിപ്രായപ്പെട്ടു. 31 വർഷം മുമ്പ് അന്തരിച്ച കഴിമ്പ്രം വിജയന്റെ അമ്പറ, പൂക്കാലം എന്നീ 2 നാടകങ്ങൾ വലപ്പാട് റൂറൽ ബാങ്ക് ഹാളിൽ വെച്ച് എഴുത്തുകാരൻ ബക്കർ മേത്തലക്ക് നൽകി പ്രകാശനം ചെയ്ത് മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അശോകൻ ചരുവിൽ. പ്രൊഫസർ കെ യു അരുണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ കെ ആർ കിഷോർ പുസ്തക പരിചയം നടത്തി. കഴിമ്പ്രം വിജയൻ സ്മാരക സമിതിക്ക് വേണ്ടി ഓഗസ്റ്റ് ബുക്സാണ് പ്രസാധനം ഏറ്റെടുത്തത്. അഡ്വക്കേറ്റ് വി ഡി പ്രേംപ്രസാദ്, സുധി പൊക്കാഞ്ചേരി, സ്നേഹ ലിജി, നജീബ് ബാബു, ജെസ്സി അന്തിക്കാട്, കെ എം അബ്ദുൾ മജീദ്, ബിന്ദു അന്തിക്കാട്, ജനറൽ സെക്രട്ടറി വി സി ദിലീപ്, സെക്രട്ടറി മനോമോഹൻ എന്നിവർ സംസാരിച്ചു. കഴിമ്പ്രം വിജയൻ സ്മാരക സമിതി ചെയർമാൻ ആർ ഐ സക്കരിയ അധ്യക്ഷനായി. കഴിമ്പ്രം പൊതുജന വായനശാലയ്ക്ക് വേണ്ടി വി കെ സ്മിതയും, തളിക്കുളം സൂര്യോദയ വായനശാലയ്ക്ക് വേണ്ടി നിയാഷും, വലപ്പാട് ശ്രീനാരായണ വായനശാലയ്ക്ക് വേണ്ടി സുധി പൊക്കാഞ്ചേരിയും പുസ്തകം ഏറ്റുവാങ്ങി. അശോകന്റെ അമ്മേടെ അച്ഛനാണെങ്കിൽ മാപ്രാനം ഭാഗത്ത് ഏറ്റവും പ്രസിദ്ധനായ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ പിന്നെ അശോകന് ഇങ്ങനെ രണ്ടു പിന്നെ എങ്ങനെയാവുക? അല്ല, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ എഴുത്തുകാരൻ. ഞാൻ സാധനം പറയുമ്പോൾ അങ്ങനെ ഒരാൾ നമ്മൾ പറയുന്നില്ലോ. ഏറ്റവും പ്രസിദ്ധമായ 10 എഴുത്തുകാരില്ലേ ഒരാള് ചെറുതാരത്തുക്കള് എഴുത്തുകാരത്തുക്കളുടെ അങ്ങനെ പറയേണ്ടത് ഞാൻ പറഞ്ഞു. അശോകന്റെ പിന്നെ കാട്ടുകാടുന്ന നോവലുണ്ട്. അതുകൊണ്ടല്ല, എഴുത്തുകാരൊക്കെ എഴുത്തുകാരല്ല. ഏതായാലും പ്രബന്ധരചന, നല്ല ആദ്യകാലത്തെ പ്രബന്ധരചന എന്നൊക്കെ പറഞ്ഞ നല്ല കാവ്യാത്മകമായ രചനകൾ നടത്തിയിട്ടില്ലേ? പോയിറ്റിക് ആണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുണ്ട് അല്ലേ? ഇപ്പോ ആരും മോശക്കാരില്ല. ബക്കർ മേത്തനെയും പിന്നെ സുബൈദിയും സുലേഖയും ബക്കർ മേത്തനെ സ്വന്തം സഹോദരി ആരെയില്ലേ?